വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. തിരുവനന്തപുരം സ്വദേശിയായ 17-കാരന് രോഗം സ്ഥിരീകരിച്ചു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചവർ 66 സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, പുതുതായി ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഉറവിടം ഏതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ നിലവിൽ? അതെ അനീഷ, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. 66 പേർക്കാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് കൂടുതലായിട്ടും ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 17-കാരനാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതിനെ തുടർന്നാണ് തനിക്കിങ്ങനെ ഒരു രോഗം ഉണ്ടായത് എന്നാണ് ഈ ഒരു കുട്ടി ആശുപത്രിയിൽ പറഞ്ഞത്. ഇതിന് മൂലം സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് ഈ ഒരു രോഗം പടർന്നത് എന്ന സംശയത്തിന്റെ പുറത്ത് സ്വിമ്മിംഗ് പൂൾ പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 17-കാരൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യവകുപ്പ് ഈ സ്വിമ്മിംഗ് പൂൾ പൂട്ടി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പരിശോധന ഫലം വന്നാൽ മാത്രമേ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തന്നെയാണ് ഈ രോഗം ബാധിച്ചത് എന്ന ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ. വെള്ളത്തിന്റെ സാമ്പിളുകൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. പൊതുവെ ഈ മസ്തിഷ്കത്തെ ഭക്ഷിക്കുന്ന ഒരു അമീബയാണ് ഈ ഒരു രോഗം പടർത്തുന്നത്. ശുദ്ധജല തടാകങ്ങൾ, നദികൾ, നീരുറവകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാകും. അത്തരത്തിൽ ഈ ഒരു കോഴിക്കോടും അതുപോലെ തിരുവനന്തപുരത്തും മറ്റു ജില്ലകളിലുമായിട്ട് ഈ ഒരു രോഗം വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ഇതിന്റെ ഒരു സാമ്പിളിന്റെ ഒരു പരിശോധന ഫലം വന്നാൽ മാത്രമേ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് ഈ ഒരു രോഗം അമീബ പടർന്നിരിക്കുന്നത് എന്ന ഒരു സ്ഥിരീകരണത്തിൽ എത്താൻ കഴിയൂ. പക്ഷേ അത്തരത്തിൽ ഈ ഒരു സാമ്പിൾ രോഗം ഇവിടെ നിന്നാണ് ഇതിന്റെ ഒരു രോഗം പടർന്നിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചാൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അനീഷ. കാരണം ആ സ്വിമ്മിംഗ് പൂളിൽ ഒട്ടനവധി പേരാണ് അതിൽ നിന്ന് കുളിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിദ്യാർത്ഥി, ഈ 17-കാരൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിലവിൽ അയാളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് അനീഷ. ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്.